ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ ഈ ഒരുങ്ങിക്കിട്ട് നിൽക്കുന്നത് എവിടെ പോകാനാണെന്നറിയോ? ഇന്ന് നമ്മൾ വീക്കെൻഡായിട്ട് വെറുതെ ഒരു സ്ഥലം വരെ പോവാണ്. അത് എവിടെയാണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാലും ഞാനിപ്പോൾ പോകുന്ന സ്ഥലം കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഇവിടെ പോകാനായിട്ട് എനിക്ക് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് പോകുന്നത്. അതായത് നമ്മൾ എന്താണ് ബൗളിംഗ് സെൻറ്ററിലാണ് പോകുന്നത്. ഇത് അൽക്കൂസിലൊരു ബൗളിംഗ് സെൻറ്റർ ഉണ്ട്, അവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ നമ്മൾ ടാക്സിലാണ് പോകുന്നത്. ആൻഡ് അറൗണ്ട് ഒരു 4:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ബിക്കോസ് വീക്കെൻഡ് ആയപ്പം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് വരാമെന്ന്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ ബൗളിംഗ് സെൻറ്ററിലാണ് പോകുന്നതെന്ന്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ബൗളിംഗ് സെൻറ്ററിലാണ് നമ്മൾ എത്തിയതെന്നുള്ളത്. അപ്പോൾ ഷെയ്ഖ് സായദ് റോഡ് വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാ ബുർജ് ഖലീഫ എന്നൊക്കെ എന്ത് രസമാണ്. വെയിലത്ത് വെട്ടി തിളങ്ങി നിൽക്കുകയാണ്, ബിക്കോസ് അത്രയ്ക്കും വെയിലായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒട്ടുമിക്ക ഈ ബിൽഡിങ്സും ദുബായിലുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. സോ ഷെയ്ഖ് സായദ് റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ബിൽഡിങ്സ് ആണ്. അങ്ങനെ നമ്മൾ DBCയിലെത്തി. അതായത് DBC ആർക്കേഡ് എന്നാണ് ഇതിൻ്റെ പേര്. സോ അകത്ത് കയറി കഴിയുമ്പോൾ ഇവിടെ ആർക്കേഡ് ഉണ്ട്, പിന്നെ ബൗളിംഗ് സെൻറ്റർ ഉണ്ട്. ഇത് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. അതല്ലാതെ കുറേ പ്ലേ ഏരിയയും ഉണ്ട് ഇവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ബൗളിംഗ് സെൻറ്ററിൽ ഞാൻ പോയി ഫസ്റ്റ് ടൈമാണ് ബൗൾ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിക്കോസ് മോളിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് അവിടെ പോയിട്ടില്ല, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ 1 hourനാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവിടെ എത്തിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും. എന്തോ 100 or 150 സംതിങ് ആണ് പെർ അവർ. അങ്ങനെയും കളിക്കാം, അല്ലാതെ പെർ ഗെയിമും അങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 hour ടൈം ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആർക്കേഡിലൊന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങി കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഇതുവരെ ആർക്കേഡിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാനാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചു പിള്ളേരെ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ, ബിക്കോസ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 പ്ലേയേഴ്സിൻ്റെ ഒരു കാർ എടുത്തു. പക്ഷേ അതിലൊരാൾക്ക് മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. ഇത് നമ്മൾ എമൗണ്ട് റീചാർജ് ചെയ്തിട്ട് കാർഡ് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്ത് ഓരോ ഗെയിമിനും ഇത്ര പോയിൻറ്റ്സ് വെച്ച് ഡിഡക്റ്റ് ആവും. സോ അങ്ങനെയാണ് ഇതൊക്കെ. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് നോക്കിയിരിക്കാനേ പറ്റുന്നുള്ളൂ, ബിക്കോസ് ഗെയിം സ്റ്റിയറിംഗ് ഫുൾ അവൻ്റെ കയ്യിലായിരുന്നു. അവൻ ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക, ബൗളിംഗ് സെൻറ്ററിൽ മറ്റേ ബോൾ ചെയ്യുന്നതിൻ്റെ കോർട്ട് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി ഗെയിം കളിച്ചു തുടങ്ങി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബോൾ വരെ ഞാൻ എൻ്റെ കയ്യിലെടുക്കുന്ന ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും വെയിറ്റ് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ബോളിന്. അതായത് എനിക്ക് തോന്നുന്നൊരു മെറ്റലല്ലാതെ അതൊരു പ്ലൈവുഡ് പോലത്തെ എന്തൊരു മെറ്റീരിയലാണെന്ന് തോന്നുന്നത്. അപ്പം കൈയൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു, ബിക്കോസ് ആ ഒരു പല വെയിറ്റിൽ പല സൈസിലുള്ളതുകൊണ്ട്. അപ്പം ഞാൻ മീഡിയം ആൻഡ് ലാർജ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഞാൻ എടുത്തത്, ബിക്കോസ് അത് തന്നെ എനിക്ക് വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് നന്നായിട്ട് കൈ വേദനിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്കറിയില്ലായിരുന്നു ഇതെങ്ങനെ കളിക്കേണ്ടതെന്ന്. ഞാൻ പയ്യെ പഠിച്ചു വന്നു. 1 hour നമുക്ക് ടൈം ഉണ്ടായിരുന്നു. ഒരു 3-4 തവണ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ കോമ്പറ്റീഷൻ പോലെയായിരുന്നു. മറ്റേ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൻ നല്ലതായിട്ട് കളിക്കും, ബിക്കോസ് അവൻ ഇതിനു മുമ്പും കളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടായിരുന്നുകൊണ്ട് എൻ്റെ ഒറ്റ ഒരെണ്ണം പോലും അതിൽ ചെന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എൻ്റെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ. കിഡ്സ് ഉണ്ട്, വലിയ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞ ഒരു സ്ട്രെസ് റിലീഫ്, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷോ ഇതുപോലത്തെയൊക്കെ ഏരിയാസിലൊക്കെ നമ്മൾ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ. പിന്നെ നമ്മൾ സ്നാക്സ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ 1 hour കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ തിരിച്ചു പോകാറായപ്പോൾ വീണ്ടും നമ്മൾ ആർക്കേഡിൽ കയറി. അവിടെ ഷൂട്ടിങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുവരെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ട് അവിടെ ഷൂട്ടിങ്ങിൻ്റെ ഇത് ചെയ്തു. കുറേ നേരം ഞാൻ ഷൂട്ട് ചെയ്ത് കളിച്ചു. അത് കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് കാർ ഓടിക്കാൻ തോന്നി, ബിക്കോസ് ആദ്യം ഓടിച്ചപ്പം ഞാൻ മൊത്തത്തിൽ പാളിപ്പോയി. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ടൈം ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ കയറി. അപ്പോൾ ഇത്തവണ ആയപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശമൊക്കെ അതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ചെയർ ഉണ്ടല്ലോ, ആക്ച്വലി നമ്മളിങ്ങനെ മൂവിങ് ആണ് കേട്ടോ. നമ്മൾ സ്റ്റിയറിങ് തിരിക്കുന്നതിനനുസരിച്ച് ഇതും മൂവിങ് ആണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ബിക്കോസ് നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ ഈ റെഗുലർ ലൈഫിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കും നമ്മൾ ഇങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ വെൽ സ്പെൻഡ് ഒരു ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വീക്കെൻഡ് അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ സീ യു സൂൺ ഇൻ അദർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.